മൗണ്ട് സെന്റ് തോമസിലേക്ക് കുരിശിന്റെ വഴി നടത്തി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ്. സീറോ മലബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക രീതിയിലുള്ള ബലിയർപ്പണം നടത്താത്ത വിമത വൈദികർക്കെതിരെ പ്രതിഷേധിച്ചും സഭാ നേതൃത്വത്തിന്റേത് നിസ്സംഗതയെന്നും ആരോപിച്ചാണ് സഭാ ആസ്ഥാനത്തേക്ക് കുരിശിന്റെ വഴി നടത്തിയത്. പാനവായനയ്ക്കും സ്നേഹവിരുന്നിനും ശേഷം ഫാദർ വിൻസെന്റ് ചിറ്റിലപ്പള്ളിയുടെ സമാപന ആശീർവാദത്തോടെ പൊതുയോഗം സമാപിച്ചു. വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ദുഃഖവെള്ളിയാഴ്ച സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലേക്ക് കുരിശിന്റെ വഴി നടത്തി. നിയമാനുസൃത ബലിയർപ്പിക്കാത്തതും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കാത്തതുമായ വിമത വൈദികരുടെ ഇടവകകളിൽ പങ്കുചേരാൻ കഴിയാത്ത സത്യവിശ്വാസികൾ മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡ് ബിഷപ്പുമാരുടെയും നിസ്സംഗതയെന്നാരോപിച്ചും വിമത വൈദികരുടെ മാനസാന്തരത്തിനുമായി പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടാണ് മൗണ്ട് സെന്റ് തോമസ് കവാടം വരെ പ്രദക്ഷിണമായി എത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ സംഘടനാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി, അഡ്വക്കേറ്റ് ജോയ് ജോർജ്, ക്യാപ്റ്റൻ ടോം ജോസഫ്, ജോർജ് പുല്ലാട്ട്, ജോസഫ് പി എബ്രഹാം, ജൂലി അലക്സ്, സിലിയ ആന്റണി, ആന്റണി പുതുശ്ശേരി, ജോർലി കൈതക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഫാദർ വിൻസെന്റ് ചിറ്റിലപ്പള്ളി സമാപന ആശീർവാദം നൽകി. പാനവായനയും സ്നേഹവിരുന്നും നടത്തി യോഗം സമാപിച്ചു. അതൊന്നും ഒരു തോന്നലായിട്ടോ വൈകാരികതയായിട്ടോ ഒന്നും ആരും കാണരുത്. കാരണം കർത്താവ് മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളതായ സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആ സംവിധായകൻ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു സത്യമാണെന്ന് ഓർക്കണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.